ഹായ്, എസ്എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് സന്തോഷമായി കഴിയുന്ന വിവാഹബന്ധത്തിൽ അല്ലെങ്കിൽ സന്തോഷമായി കഴിയുന്ന ദമ്പതികൾക്കിടയിൽ പോലും എക്സ്ട്രാ അഫയേഴ്സ് നമ്മൾ കാണാറുണ്ട്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മൾ പുറമേ നോക്കുന്ന സമയത്ത് അവർ ഭയങ്കര ഹാപ്പിയാണ്, ഓക്കെയാണ് രണ്ടുപേരും. ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ബന്ധമായിട്ട് പോലും അതിൽ എക്സ്ട്രാ അഫെയർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ റീസൺസ് എന്തൊക്കെയായിരിക്കും അത് നമുക്ക് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ കണക്ഷൻ വളരെ സ്ലോ ആയിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഡെയിലി ലൈഫിൽ നമ്മുടെ ബിസി ലൈഫ്, ജോബ്, കാര്യങ്ങൾ ഇതിലൊക്കെ ആവുന്ന സമയത്ത് നമുക്കതിൽ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പരസ്പരമുള്ള കണക്ഷൻ കുറയുന്നു. കാരണം നമ്മൾ പിന്നെ സംസാരിക്കുന്നുണ്ടാവുക ബില്ല്, റെസ്പോൺസിബിലിറ്റീസ്, കുട്ടികൾ, ഫാമിലിയിലുള്ള ബാക്കി കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതായത് ഇപ്പോൾ ഇത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ കുട്ടികളായാലും അതേപോലെ തന്നെ വീട്ടിലെ ബാക്കിയുള്ള കാര്യങ്ങൾ, ജോബ്, സ്ട്രെസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിക്കുന്നത് വളരെയധികം കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂംമേറ്റ്സ് രീതി ആയിട്ട് അവിടെ മാറിക്കഴിഞ്ഞു, അങ്ങനെ ആയി മാറുകയാണ് ചെയ്യണത്. അവിടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് കുറയും. പരസ്പരം ഇപ്പോൾ കാണുന്നുണ്ട്, ഡെയിലി നമ്മൾ വീട്ടിലുണ്ട്, കാണുന്നുണ്ട്, ഒക്കെ ഉണ്ട്, പക്ഷെ സംസാരിക്കാറില്ല. സംസാരിക്കുകയാണെങ്കിൽ തന്നെ ചിലപ്പോൾ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാര്യങ്ങളോ അതല്ലെങ്കിൽ വീട്ടിലുള്ള ബാക്കി വല്ല പ്രശ്നങ്ങളോ അങ്ങനെ നമുക്കുണ്ടാവുന്ന വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. അല്ലെങ്കിൽ വളരെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ സംസാരിക്കുന്നുണ്ടാവുള്ളൂ, അല്ലാതെ ഡീപ്പ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ഓഫ്കോഴ്സ് ആ രണ്ടുപേർക്കിടയിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത് പതിയെ പതിയെ കുറഞ്ഞു പോയിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ആകുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമോഷണൽ കണക്ഷൻ വരുമ്പോഴാണ് നമ്മുടെ പാർട്ട്ണറോട് സ്നേഹം തോന്നുക. അപ്പോൾ ആ ഒരു ഇമോഷണൽ കണക്ഷനിൽ നിന്നാണ് പിന്നെ നമുക്കൊരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാവുന്നതും ഒക്കെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ കണക്ഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എല്ലാ രീതിയിലുമുള്ള പാർട്ട്ണറോടുള്ള സ്നേഹം കുറഞ്ഞു പോകുന്നു. അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോൾ ജോബിന് പോകുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മറ്റെവിടെന്നെങ്കിലുമൊക്കെ നമ്മളോട് നന്നായി സംസാരിക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മളെ ഒരുപാട് ശ്രദ്ധിക്കുന്ന, ഇമോഷണലി നമ്മൾ ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സണെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ ഒരു സ്നേഹം അവരുടെ അടുത്തേക്കാണ് പോവുക. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നമ്മുടെ പാർട്ട്ണറോടുള്ള ഇമോഷണൽ കണക്ഷൻ കുറഞ്ഞു പോകുമ്പോൾ മറ്റൊരാളുമായിട്ട് കൂടുതൽ അടുപ്പത്തിലാകുമ്പോൾ അതൊരു എക്സ്ട്രാ അഫെയറിന് വഴിതെളിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ അവർ ശ്രദ്ധിക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കൊരു രീതിയിലുമുള്ള ഒരു അപ്രിസിയേഷൻ പോലും ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ശ്രദ്ധയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എന്തെങ്കിലും കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനവർ നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യുക, ഇതൊക്കെ നോർമലി നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കലി ആളെ പ്രസന്റ് ആയിരിക്കും, നമ്മളുടെ അടുത്ത് ആളുണ്ടായിരിക്കാം, പക്ഷേ എന്നാൽ വലിയ രീതിയിലുള്ള അടുപ്പവും ഇല്ല. ഈ പറഞ്ഞ പോലെ നമ്മളെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള ഒന്നും തന്നെ അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. കാരണം രണ്ടുപേരും തമ്മിലൊരു കണക്ഷൻ അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവിടെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ വേറൊരു റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ പരസ്പരം ശ്രദ്ധിക്കുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ കൊടുക്കുന്നില്ല. അതേപോലെ തന്നെ ഒരു രീതിയിലും ഒരു നല്ല വാക്ക് പറയുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. അങ്ങനെ ആകുമ്പോഴും നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിനോട് താല്പര്യം കുറയുകയും ആ ഒരു താല്പര്യം മറ്റ് ആളുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാവുകയും ചെയ്യാം. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും പുതുമയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. അതായത് എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ്. മനുഷ്യനായ എല്ലാവരും പുതുമയാണ് കൂടുതൽ ഇഷ്ടപ്പെടാറുള്ളത്. അപ്പോൾ ഈ ഒരു മാരേജ് റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് അത് ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ്, ഒരുപാട് നാളത്തേക്കുള്ളതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടാവുക, അതല്ലെങ്കിൽ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയുന്നത് കുറച്ച് പ്രയാസമാണ്. നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റുമെന്നുണ്ടെങ്കിലും എല്ലാ റിലേഷൻഷിപ്പിലും അത് പോസിബിൾ അല്ല. അതിന് രണ്ടുപേരും ട്രൈ ചെയ്യണം. അതുകൊണ്ട് തന്നെ മിക്ക റിലേഷൻഷിപ്പിലും പുതുമ നമുക്ക് ഫീൽ ചെയ്യാറില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ഒരു പുതുമയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ആവുന്നതും നമുക്ക് പ്രണയം ഉണ്ടാവുന്നതും സന്തോഷം ഉണ്ടാവുന്നതും ഒക്കെ. അപ്പോൾ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള പുതുമയെയും അതുപോലെ പുതിയ പുതിയ ഇഷ്ടങ്ങളൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ആ ഒരു പുതുമ ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ പല ആളുകളും പുതിയ പുതിയ റിലേഷൻഷിപ്പിലേക്ക് പോകാനായിട്ട് താല്പര്യപ്പെടാറുണ്ട്. പക്ഷെ ഇവരുടെ ഈ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവരുടെ മാരേജ് ലൈഫിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളായിരിക്കാം എങ്കിൽ പോലും അവരുടെ മൈൻഡ് പുതിയ പുതിയ റിലേഷൻഷിപ്പിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നവരായിരിക്കും. ബിക്കോസ് ഇവരിങ്ങനെ, അതായത് പുതിയൊരു ബന്ധത്തിലേക്ക് പോകുമ്പോൾ അവിടെ ക്യൂരിയോസിറ്റി ഉണ്ടാവുന്നു, എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നു, ആരും കാണാതെ വിളിക്കുക, സംസാരിക്കുക, ഇതൊക്കെ. ചിലരതിനെ ലവ് എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ലവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ഇവർ പുതുമയെ മാത്രമാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ എന്തായാലും പുതുമയെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിലും ഇങ്ങനെ പല റിലേഷൻഷിപ്പിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മുടെ പാർട്ട്ണർക്ക് മറ്റൊരു
ബന്ധം അല്ലെങ്കിൽ മറ്റൊരാളോട് ഇഷ്ടം തോന്നാനുള്ള ഒരു സാധ്യത കൂട്ടുന്ന മറ്റൊരു കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളും അവരുമായിട്ടൊരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ മേ ബി നിങ്ങളാണ് എപ്പോഴും തെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡിൽ ഉണ്ടാവും നിങ്ങൾ വലിയൊരു മിസ്റ്റേക്ക് ചെയ്യുന്നുണ്ട്, അത് അവരെ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ അവരത് ചിലപ്പോൾ നിങ്ങളോട് പറയണ്ടാവില്ല. അതായത് ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെക്കുന്നുണ്ടായിരിക്കും. അങ്ങനെ വരുന്ന സമയത്തും അവർക്കൊരു വീർപ്പുമുട്ടലാണ് ഉണ്ടാവുക. നിങ്ങളോടുള്ള സ്നേഹം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു പോവും. നിങ്ങൾ തീരെ പെർഫെക്റ്റ് അല്ല എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ആകുമ്പോൾ അവർക്ക് മറ്റൊരാളോട് കുറച്ചുകൂടി പെർഫെക്റ്റ് ഉള്ള ഒരു പേഴ്സൻ്റെ അടുത്ത് ഇഷ്ടം തോന്നാം. ബിക്കോസ് അവർക്ക് ഇവിടെ സമാധാനം കിട്ടുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. അതായത് ഏതൊരാളാണെന്നുണ്ടെങ്കിലും ഇപ്പം നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ളൊരു പ്രശ്നം, അത് ചിലപ്പോൾ വലിയൊരു പ്രശ്നമൊന്നും ആയിരിക്കില്ല, കുഞ്ഞിയതായിരിക്കാം. പക്ഷെ നമ്മളത് കാണാതെ പോവാണ്, അല്ലെങ്കിൽ നമ്മളത് മൈൻഡ് ചെയ്യാതെ കുഴപ്പമില്ല പോട്ടെ എന്ന് വിചാരിച്ചിട്ടിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും കുറച്ച് കഴിയുമ്പോൾ ശരിയാവും എന്നുള്ളത്. പക്ഷെ ശരിയാവില്ല. നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ കടന്നിങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. പിന്നെ നടക്കുന്ന എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഈ ഒരു കാര്യമായിട്ട് കണക്ട് ചെയ്യും. ഇത് അങ്ങനെ തന്നെയാണ്, അതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് നെഗറ്റീവ് അടിക്കും, ഓവർ തിങ്ക് ചെയ്യും. ഇതൊക്കെ നോർമലി സംഭവിക്കുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് നമ്മുടെ പാർട്ട്ണർ എടുത്ത ഒരു ഇഷ്ടം തോന്നില്ല, ഇങ്ങനെ ദേഷ്യം ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. ഇവര് തീരെ തീരെ ശരിയല്ല, ഭയങ്കര മോശമാണ്, ഇങ്ങനെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മൾക്ക് വേറൊരാളോട് ഇഷ്ടം വരാൻ സാധ്യത കൂടുതലായിട്ടുണ്ട്. അങ്ങനെ ഒരാളെ കാണുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടം തോന്നും. നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് സോൾവ് ചെയ്യുക. ഉള്ളിൽ വെക്കണ്ട, തുറന്നു പറയാം. അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ അവരതിനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കും, മാറാൻ ശ്രമിക്കും. അപ്പം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇനി ലാസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാലിഡേഷൻ എന്നുള്ളത്. നമ്മൾ മനുഷ്യനായി ജനിച്ച എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് നമുക്ക് വാല്യൂ തരണം, നമ്മുടെ പാർട്ട്ണർ നമ്മുടെ അടുത്ത് അങ്ങനെ പെരുമാറണം. അതായത് ഇപ്പം നമ്മൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു നല്ല വസ്ത്രം ഇട്ട് വന്നു കഴിഞ്ഞാൽ ആഹാ കാണാൻ സൂപ്പറായിട്ടുണ്ട് എന്നുള്ളൊരു വാക്ക് അവർ പറയണം എന്നുള്ളത് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്, സ്വാഭാവികമായിട്ടുള്ള കാര്യം. പക്ഷെ ഇത് നടക്കാറുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. മിക്ക ആളുകളുടെ കാര്യത്തിലും അത് നടക്കാറില്ല. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഇത്തരം വാക്കുകളാണ്. അപ്പോൾ ഇത്തരം വാക്കുകൾ നമുക്ക് നമ്മുടെ റിലേഷൻഷിപ്പിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, പുറമേ നിന്ന് ഒരാൾ നമ്മുടെ അടുത്ത് നല്ല രസമുണ്ടല്ലോ ഈ ഡ്രസ്സ് കാണാൻ, അല്ലെങ്കിൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്, ആളാകെ മാറി എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇപ്പം എന്നെ കാണാൻ ഭംഗിയുണ്ട്, മറ്റുള്ളവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു തോന്നൽ വരും. അപ്പം നമുക്ക് ആ ഒരാളെ വീണ്ടും കാണാൻ തോന്നും. വീണ്ടും നമ്മൾ നല്ലൊരു ഡ്രസ്സ് ഇടുമ്പോൾ ഇന്ന് അയാളെ കണ്ടിരുന്നെങ്കിൽ ആൾ നല്ല വാക്ക് പറയോ എന്നൊക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അയാളെ തേടിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അതൊരു ഇഷ്ടത്തിലേക്ക് പോവാം. ഇത് നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു വാലിഡേഷൻ കിട്ടാത്തത് കൊണ്ടാണ്. അങ്ങനെ ആകുമ്പോഴും മറ്റൊരു ബന്ധം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് നല്ലതാണ് അല്ലെങ്കിൽ വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന ബന്ധമാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല റിലേഷൻഷിപ്പിലും ഒരു എക്സ്ട്രാ അഫെയർ ഉണ്ടാവാനുള്ള സാധ്യതയുള്ളത് എന്താണ് എന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇത്തരം സാഹചര്യങ്ങളൊക്കെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അവിടെ എക്സ്ട്രാ അഫെയർ വരാം എന്നുള്ളതാണ്. അതേപോലെ നിങ്ങളും ഇപ്പോൾ മാരേജ് കഴിഞ്ഞുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളും മനസ്സിലാക്കുക, ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവിടെ മറ്റൊരു അഫെയർ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്കോ നിങ്ങളുടെ പാർട്ട്ണർക്കോ വേറെ ഒരാളോട് ഇഷ്ടം തോന്നാൻ സാധ്യതയുണ്ട്. അങ്ങനെ തോന്നാതിരിക്കാൻ നിങ്ങൾ കൂടി ട്രൈ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ നമുക്കൊരു ബന്ധം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഒരു മാരേജ് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അവരും നമ്മളും നമുക്ക് ആ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ, ഈ ആളാണ് എൻ്റെ ലൈഫ് ലോങ് എൻ്റെ കൂടെ ഉണ്ടാവേണ്ടത് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾക്ക് മറ്റൊരാളോട് ഇഷ്ടം തോന്നുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ കല്യാണം കഴിച്ചിട്ടുള്ള ആ ഒരു പേഴ്സൺ നിങ്ങളെ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണിത്. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, പറഞ്ഞ് സോൾവ് ആക്കാൻ ശ്രമിക്കുക. അതല്ലാതെ വേറൊരു പേഴ്സൺ എന്നുള്ളൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാതിരിക്കുക. അതിനു മുമ്പേ കുറേ നിങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ഒന്നിലേക്ക് പോവാതിരിക്കട്ടെ, അങ്ങനെ പാർട്ട്ണർക്ക് മറ്റൊരു അഫെയർ ഉണ്ട് എന്നുള്ളത് ഒരാൾക്കും അറിയാനിട വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്